അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ മാങ്ങ നാൻ പോട്ടോ ഗായ്സ്. മുട്ടിലേക്ക് നമ്മളിവിടെ ഒന്നും ഇല്ലായിട്ടേ മുട്ടില് പോയിട്ട് 16 കിലോമീറ്റർ തറാവിന്റെ പോണുള്ളൂ. എന്തായാലും മാഷാഅല്ലാ തറാവി കഴിഞ്ഞിട്ട് കടന്നുറങ്ങി 5-10 കിലോമീറ്റർ 16 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് മാങ്ങ നാമോണ്. അല്ല ഇപ്പൊ എന്താ പറയാ, വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല. അവിടെ പുറകില് വെടിവെപ്പാണ്, വെടിവെപ്പ് തീയുമ്പോ സൈലന്റ്. അതാ പോണി വെടിവെപ്പിന്റെ ആൾക്കാർ പോണി. പിന്നുള്ള റിൻഷാജും മനൂസുമാണ്. അത് കുറച്ച് സീനാണ്. അവര് കുറച്ച് ലാഗിന്റെ ആൾക്കാരാണ്. ഇപ്പൊ വിളിച്ചപ്പോ എന്താ പറഞ്ഞ വെച്ചാല് അത് പറയണോ, ഒരു ബ്ലോഗ് പറയണോ? റിൻഷാദിനെ ഫസ്റ്റ് വിളിച്ചപ്പോ ഓ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ വിളിച്ചപ്പോ ഞാൻ അപ്പിട്ടിട്ട് വരാറ് അൺലോഡ് ചെയ്യാണ്. എന്നാലേ അടുത്ത് കയറ്റാറ്റുള്ളൂ. ഇസ്മലിന്റെ സീം വേർഷട്ടോ എങ്ങനെയൊക്കെ ലാഗാക്കാൻ പറ്റുമോ അങ്ങനൊക്കെ ലാഗാക്കാം. അപ്പൊ പോയിക്കൊണ്ടിരിക്ക ജൗഹറിനെയും സഫ്നാനെയും നമ്മള് മുട്ടിലെത്തിച്ചിക്കണി. ഓലെത്തിരി 10 മിനിറ്റ് ആയി നമ്മളെ കാത്തിക്ക. നമ്മളിതാ മാണ്ടാട് മറ്റടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓലെ പോസ്റ്റ് ആക്കുക. അപ്പൊ നോക്കി നോക്കട്ടെ എന്താ അവസ്ഥന്ന്. അവിടെ പോയിട്ട് കാണാം. സാധനം തീർന്നിക്കണോ അറിയില്ല, 10 മണി ആയിക്കണേ. അവിടെ പോയി നോക്കിയിട്ട് കാണാം എന്തായാലും. ലോഡ് ചെയ്തപ്പോ തന്നെ അൺലോഡ് ആക്കിയാണ്. നമ്മളെ തൊട്ട് പോവോ കടയില് ഇങ്ങനൊക്കെ നമ്പാൻ പറ്റൂ. എരിവൊന്നും മാറ്റണേ. കോപ്പിറൈറ്റ് അടിക്കാവോ? കോപ്പിറൈറ്റ് അടിച്ചാ തിരിച്ചടിക്കണേ. സെറ്റാ ഇവിടെ സെറ്റാട്ടോ. എന്തൊക്കെ വത്തക്കൊപ്പിലിട്ടൊക്കെ ഉണ്ട്. വത്തക്കൊപ്പിലിട്ട പ്ലേറ്റ് കിട്ടും. എരിവുള്ള ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല. കൂടെ വെള്ളം ഇത്രയൊന്നും ഇല്ല. കാന്താരിയോ ഓ നോട്ടിയാ കാന്താരി ചന്തി പൊള്ളു. നേരെ പോയി ചുട്ടു പോലെ. ഇത് മറ്റേ ഇതിലല്ലേ പാണ്ടിപ്പടയെ പറയില്ല കണ്ടൊക്കെ തിന്നത്. അതേമായിരിക്കും കാന്താരി മസ്റ്റ് കാന്താരി. വലിയൊരു ഒന്നുമില്ല ഇവിടെ, കുറച്ച് ഓവറാവ പെണ്ണുകളെ കണ്ടിട്ട്. ശരി അതാണ് തൊള്ളേന്ന് വെള്ളം വന്നല്ലോ. അതൊക്കെ നോക്കി 2 പെണ്ണുകളെ കണ്ട പോലെ കണ്ണിന്ന് വെള്ളം ജവഹറിനൊക്കെ നോക്കി. ഓ കാന്താരി എന്നിട്ട് ഇനി എന്തോ എരിവുള്ള വെള്ളമാണ് വരാൻ പോകുന്നത്. ചൂട്ടേക്ക് ഇത് ചിലപ്പം കോപ്പിറൈറ്റ് തോന്നുന്നു. എല്ലാ വെള്ളിയും ശരിയും കേന്ദ്ര ഗവൺമെന്റ് അക്കൗണ്ടന്റ് റെയിൽവേയിലാണ്. റെയിൽവേ ഫുൾ നഷ്ടത്തിലാ ഓടുന്നത്. ണ്ടോ വയറോക്കി 10 മാസം 1 മാസം കഴിഞ്ഞിട്ട് നോക്കിക്കോളി. ശ്വാസം പിടിക്കേ ഇപ്പൊ എങ്ങനെ ഉണ്ട്. ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കളിക്കാരനെ അറിയുമ്പോണ്ടല്ലോ എന്തായാലും എന്താ അടിച്ചാ കോളാ. അപ്പൊ
ഇവ ഒരു ദിവസം മൈക്ക് കിക്കർ ഒറ്റ ചോട്ടാ എന്നിട്ട് കയ്യില് കിക്കർ വെച്ചിട്ട് ഇവിടെ കിക്കർ പോയല്ലോടാ അത് കയ്യിലിങ്ങനെ ഓനൊക്കെ എന്താ പറയാ കിക്കറുണ്ട് കയ്യില് എടാ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അത് അസിന്റെ കാക്കാന്റെ വണ്ടി അസിനാകെ കളി മുഖം കണ്ട് മാറി ഏടാ എന്തടാ അതേമാതിരി ഷെയിലിന്റെ ഒരു വണ്ടി ചോലവലെ പോവാ നല്ല പോക്കാ കുറച്ച് വണ്ടി ഓഫായി കിക്കറാണില്ല എന്നിട്ട് തിരിച്ചു പോയിക്കാ കിക്കർ എടുക്കാന് ഈ വണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചായ കുടിക്കാൻ വിചാരിച്ച പക്ഷെ ഫുള്ള് പണിക്കാരാണ്, രാവിലെ എണീച്ച് പണിക്ക് കൊണ്ടവരാണ്. അപ്പൊ വഴി ഇങ്ങോട്ടാണ്, വഴി അറിയില്ല, ഫ്രണ്ട് പോവും ചെയ്ത് നേരെ പോയി തോട്ടിക്ക് ചെയ്യണല്ലേ. മറ്റേ അണ്ണന്മാരും ഒക്കെ അറിയണമാർക്ക് പോണ്. ഇതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു പ്രത്യേകത. ഇങ്ങനെ മൈൻഡ് അപ്പ് ചെയ്യാ, ഇതെങ്ങനെ മൈൻഡ് അപ്പ് ചെയ്യാ. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോ ശരി, ബൈ.